ഹലോ ഗൈസ്, അപ്പൊ എനിക്ക് ഇന്നും ഒരു വലിയ പണി കിട്ടി കേട്ടോ. അതെന്താന്ന് ഞാൻ പറയാം. ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിൽ വന്ന് ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഏട്ടന് ചോറ് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ടൊക്കെ ആയിരുന്നു തോരൻ വെക്കാൻ വേണ്ടിയിരിക്കുമായിരുന്നു. ചമ്മന്തിയും തോരനും പിന്നെ മീൻ വറുത്തതും ഒക്കെ ആക്കാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ തോരനൊക്കെ എല്ലാം അരിഞ്ഞ് അടുപ്പയിലാക്കാൻ വേണ്ടി എടുത്തു. പിന്നെ എന്നിട്ട് അമ്മ എണീറ്റ് വന്നിട്ടാണ് ചമ്മന്തിക്കും തോരനും തേങ്ങ തിരുമ്മി തന്നത്. പിന്നെ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടന് കൊണ്ടുപോകാനുള്ള പാത്രം എല്ലാം അങ്ങ് എളുപ്പം റെഡിയാക്കി എടുത്തു. രാവിലത്തേക്ക് കാപ്പിക്ക് ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെയും ശ്വാസം മുട്ടൽ പോലെ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലെ പാത്തു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവള് പിന്നെ നാഗവല്ലിയുടെ കൂടെ ഉറങ്ങിയുള്ളിക്കൊണ്ടാണ് രാവിലെ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കാത്തതുകൊണ്ട് കടയിൽ പോയി പൊറോട്ട വാങ്ങിച്ചോണ്ട് തന്നത്. അവൾക്ക് സത്യം പറഞ്ഞാൽ പുറത്തോട്ടൊന്നും പോകുന്ന ഇഷ്ടമല്ല കേട്ടോ. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം. പുറത്ത് പോകുന്ന കാര്യം അവളോട് പറയാനേ പാടില്ല. അങ്ങനെ എനിക്ക് കിട്ടിയ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പൊറോട്ട കഴിച്ചോണ്ടിരുന്നത്. അപ്പോൾ അവൾ എനിക്ക് ഗ്ലാസ് ചായ കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച ചായയായിരുന്നു. അതെന്റെ കൈ തട്ടി എനിക്ക് അമ്മ എന്റെ കാലിലോട്ട് അങ്ങ് വീണു. നന്നായിട്ട് പൊള്ളിയായിരുന്നു. അങ്ങനെ ഭയങ്കര പുകച്ചിലും നീരിലും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ചാടി എണ്ണീറ്റപ്പോഴത്തേനും നടുവ് ഒന്ന് ഉളുക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഏട്ടന്റെ യൂണിഫോം ഉണ്ടായിരുന്നു. അതൊന്ന് കഴുകിയിട്ടു. കഴുകിയിട്ടിട്ട് നേരെ പോയി കുളിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, ടാറ്റാ.